നമസ്കാരം, എല്ലാവർക്കും കഴ്സപുഷിതിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത്, ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് ക്വീൻ ഓഫ് സോൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി ജീവിതത്തിലെ എന്ത് തടസ്സങ്ങളോ എന്ത് പ്രതിബന്ധങ്ങളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ടെങ്കിൽ ആ വരുന്ന എന്ത് പ്രതിബന്ധങ്ങളെയും എന്ത് തടസ്സങ്ങളെയാണെങ്കിലും അതിനെയെല്ലാം വെട്ടിമാറ്റി ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നിങ്ങളിലേക്ക് വരണമെന്ന് ആണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതാണ് ആ വ്യക്തിയുടെ ചിന്തയിൽ ഏറ്റവും പ്രാധാന്യമുള്ള രീതിയിൽ നിൽക്കുന്നത്. നിങ്ങളിലേക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം മാറ്റി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരണമെന്ന് ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നു. 9 ഓഫ് പെന്റിക്കിൾസ് ആണ് നമുക്ക് ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെ റെസ്പെക്റ്റും സ്നേഹവും റെസ്പെക്റ്റൊക്കെ ഒരുപോലെ തോന്നുന്നു. അതായത് നിങ്ങളൊരു സ്വയം പര്യാപ്തത നേടിയ ഒരു വ്യക്തിയാണെന്ന് ആ പേഴ്സൺ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് കരുതുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യാനായിട്ട്, അതായത് സെൽഫായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും നിങ്ങളൊരു സെൽഫ് ലവ് ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ട് ഉള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമയാണെന്നും ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഇപ്പോൾ ആ വ്യക്തി കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു അകൽച്ച നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്, എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ, അത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഇപ്പോൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ വന്നിട്ടുള്ള ആ ഒരു അകൽച്ച മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി കാത്തിരിക്കുകയാണ്. അതായത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അടുത്ത കാർഡ്. ജഡ്ജ്മെന്റും വന്നിട്ടുണ്ട് അടുത്ത് തന്നെ. അപ്പോൾ ഈ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ആ വ്യക്തി കരുതുന്നത്, ആ വ്യക്തിയുടെ ചിന്തകളാണല്ലോ നമ്മൾ നോക്കുന്നത്. നിങ്ങൾ അവരുടെ വിധിയിലുള്ളതാണ്, അതായത് അവരുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെന്നും നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങൾ അവർക്ക് നൽകിയതാണെന്നും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു നീതിയൊക്കെ തരണം, ജഡ്ജ്മെന്റ് ഒക്കെ തരണമെന്ന് ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെയോ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളോ അകൽച്ചയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ആ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. അതായത് ഈ യൂണിവേഴ്സ് അവർക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള വ്യക്തി തന്നെയാണ് നിങ്ങളെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ കാർഡ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അവരെ കൊണ്ട് വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു നീതി നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത കാർഡ് മെജിഷ്യൻ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധത്തില് എല്ലാ സമൃദ്ധിയോടും കൂടി എല്ലാവിധ സന്തോഷങ്ങളോടും കൂടി നല്ലൊരു പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നു. ഇൻഫിനിറ്റ്, അതായത് നമ്മുടെ ഒരു ലൈഫ് ലോങ് നിങ്ങൾ കൂടെ വേണമെന്നാണ് ആ ഒരു പേഴ്സൺ, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി ചിന്തിക്കുന്നത്. അതായത് ആ മജീഷ്യന്റെ തലയ്ക്ക് മുകളിൽ ഒരു ഇൻഫിനിറ്റ് ചിഹ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ലൈഫ് ലോങ് അവരെ കൂടെ വേണം എന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വളരെ കഴിവുള്ളൊരു വ്യക്തിയാണെന്നും വളരെ സ്നേഹമുള്ളൊരു വ്യക്തിയാണെന്നും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ കിങ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ സ്നേഹം സ്റ്റേബിൾ ആയിട്ടുള്ള സ്നേഹമാണ്, വളരെയധികം കരുതലോട് കൂടിയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളുടെ സ്നേഹം. അത് നഷ്ടപ്പെടുത്തരുതെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് 4 ഓഫ് പെന്റിക്കിൾസ് പോലെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനായിട്ട് ആ വ്യക്തി ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് അവരുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അവരെ ജീവിതത്തിലുള്ള എന്ത് കാര്യങ്ങളായാലും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമെന്നും ജീവിതകാലം മുഴുവനും അങ്ങനെ തന്നെ പോകണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം വളരെ സന്തോഷകരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് ജീവിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു സന്തോഷകരമായ ഒരു ജീവിതം, അതായത് വെറുതെ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല, ലൈഫ് ലോങ് കൂടെ വേണം. അത് മാത്രമല്ല, നിങ്ങൾ ഒരു യാത്രയൊക്കെ പോകാനൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതനുസരിച്ചിട്ട് ആ വ്യക്തി നിങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എന്ത് ചെയ്യാനും തയ്യാറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ആഹ്ലാദം, നിങ്ങൾ ഏത് കാര്യത്തിലാണോ ആഹ്ലാദിക്കുന്നത്, നിങ്ങൾ സന്തോഷിക്കുന്നത്, അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തരണമെന്നും നിങ്ങളെ വളരെ സന്തോഷകരമായ ഒരു ലൈഫ് നിങ്ങൾക്ക് തരണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് 3 ഓഫ് കപ്സ് പറയുന്നത്. ടെമ്പറൻസ് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതെല്ലാം മാറ്റി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. 10 ഓഫ് പെന്റക്കിൾസ് സമൃദ്ധിയോട് കൂടിയ ഒരു
കുടുംബ ജീവിതമാണ് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത്. ധനധാന്യ സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ്, ഒരു വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ എന്നാൽ സമൃദ്ധിയോടെ ജീവിക്കുന്ന ഒരു കാർഡാണ്. അങ്ങനെ ജീവിക്കാനാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പം അങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും നിങ്ങളെ മാത്രമാണ് ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ ലോകമായിട്ട് കാണുന്നത്. 7 ഓഫ് കപ്സും ദ വേൾഡും പറയുന്നതാണ് ആ വ്യക്തിക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെ ഓഫറുകൾ മറ്റുള്ളവരുടെ സ്നേഹമൊക്കെ ലഭിച്ചാലും ആ വ്യക്തി അതിൽ കൺഫ്യൂഷൻ ആവാതെ അതിൽ നിന്നിട്ട് എന്ത് തിരഞ്ഞെടുക്കണമെന്ന് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ അവരെ വേൾഡായിട്ട്, വേൾഡ് കാർഡ് പറയുന്നതാണ്, അവരുടെ ലോകമായിട്ട് കാണുന്നത് നിങ്ങളെ മാത്രമാണ്. എന്തൊക്കെ ചുറ്റും വന്നു പോയാലും അതിനോടൊന്നും ആത്മാർത്ഥമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു ബന്ധം ആ വ്യക്തിക്ക് തോന്നുന്നില്ല. നിങ്ങളാണ് ആ വ്യക്തിയുടെ ഡെസ്റ്റിനിയിലുള്ളത്, നിങ്ങളാണ് ആ വ്യക്തിയുടെ ലോകം എന്ന് തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഈ ചെറിയ പ്രശ്നങ്ങളെല്ലാം മാറി ലൈഫ് ലോങ് നിങ്ങൾ കൂടെ വേണമെന്നും സന്തോഷകരമായ ഒരു ജീവിതം, കുടുംബജീവിതം തന്നെയാണ് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളോടൊപ്പം സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പ്രതിബന്ധങ്ങളെല്ലാം തകർത്ത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നിങ്ങളുടെ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത വ്യക്തികളായിരിക്കാം. ചിലരുടെയൊക്കെ ഇത് എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പ് ആവാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ കൂടിയും അതിനൊരു സാധ്യത മുന്നിലേക്ക് പോകുന്നുണ്ട്. ഒരു കുടുംബജീവിതമൊക്കെ പോകാനായിട്ടുള്ള സാധ്യത മുന്നോട്ട് പോകുന്നുണ്ട്. ആ വ്യക്തിയും, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി വളരെ നല്ല രീതിയിൽ നിങ്ങളെ പ്രണയിക്കുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം മാറി മുന്നോട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് പോകണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ ചിന്തകളിൽ എപ്പോഴും നിങ്ങളോടൊപ്പമുള്ള സന്തോഷകരമായ ഒരു ജീവിതം തന്നെയാണ് ആ വ്യക്തിയുടെ ചിന്തകളിൽ എപ്പോഴും ഉള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സ് നല്ലൊരു പ്രണയ ജീവിതം, സന്തോഷകരമായൊരു കുടുംബജീവിതമൊക്കെ നൽകി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.